IPLിൽ ഡൽഹിക്കെതിരെ തകർപ്പൻ സെഞ്ചുറിയുമായി സഞ്ജു സാംസൺ. ചെപ്പോക്കിൽ ഡൽഹിക്കെതിരെ വെടിക്കെട്ട് പ്രകടനവുമായി സഞ്ജു തിളങ്ങി. 26 പന്തിൽ 50 തികച്ച താരം 52 പന്തിൽ സെഞ്ചുറിയും നേടി. കഴിഞ്ഞ മത്സരങ്ങളിൽ നിരാശപ്പെടുത്തിയ താരത്തിന്റെ ഉജ്ജ്വല തിരിച്ചുവരവാണ് ഡൽഹിക്കെതിരായ ഇന്നിംഗ്സ്. ആദ്യ ഓവറിൽ തന്നെ ബൗണ്ടറിയോടെയാണ് സഞ്ജു തുടങ്ങിയത്. ഓവറിൽ താരം 8 റൺസ് കണ്ടെത്തി. പിന്നാലെ മുകേഷ് കുമാർ എറിഞ്ഞ രണ്ടാം ഓവറിലെ അവസാന 2 പന്തുകളും സഞ്ജു ബൗണ്ടറി നേടി. തുടർന്നുള്ള 2 ഓവറുകളിലും ഫോറുകളുമായി കളം നിറഞ്ഞ മലയാളി താരം 4 ഓവറിൽ ടീമിനെ 40 റൺസിലെത്തിച്ചു. ആ ഘട്ടത്തിൽ 12 പന്തിൽ നിന്ന് 30 റൺസ് നേടിയതും സഞ്ജുവായിരുന്നു. പവർ പ്ലേയിലെ ശേഷിക്കുന്ന 2 ഓവറുകളിലും താരം റൺസ് കണ്ടെത്തി. കൂറ്റനടികൾക്ക് ശ്രമിക്കാതെ ശ്രദ്ധയോടെ ബൗണ്ടറികൾ നേടിയാണ് സഞ്ജു ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചത്. 9ാം ഓവറിൽ സഞ്ജു 50 കടന്നു. 26 പന്തിലാണ് 50. ഒരു സിക്സർ പോലും നേടാതെയായിരുന്നു താരത്തിന്റെ 50. 50ക്ക് ശേഷം ട്രാക്ക് മാറ്റിയ സഞ്ജു ഡൽഹി ബൗളർമാരെ പലകുറി അതിർത്തി കടത്തി. 11ാം ഓവറിൽ ചെന്നൈ സ്കോർ 100 കടന്നു. ആയുഷ് മാത്രയുമായി ചേർന്ന് സഞ്ജു തകർത്തടിക്കാൻ തുടങ്ങിയതോടെ ഡൽഹി പ്രതിരോധത്തിലായി. 12ാം ഓവറിൽ 16 റൺസും 13ാം ഓവറിൽ 11 റൺസുമാണ് ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത്. ആയുഷ് മാത്രയെ ഒരു വശത്ത് നിർത്തി സഞ്ജു സ്കോർ ഉയർത്തി. അതോടെ സഞ്ജു സെഞ്ചുറിക്ക് അരികിലെത്തി. 16 ഓവർ അവസാനിക്കുമ്പോൾ ടീം 168 എന്ന നിലയിലായിരുന്നു. സഞ്ജു 95 റൺസ് എന്ന നിലയിലും. പിന്നാലെ താരത്തിന്റെ സെഞ്ചുറിയും എത്തി. 18ാം ഓവറിൽ താരം 3 അക്കം കടന്നു. ടൂർണമെന്റിൽ കളിച്ച 3 മത്സരത്തിലും മലയാളി താരത്തിന് ഫോം കണ്ടെത്താനായിരുന്നില്ല. രാജസ്ഥാനെതിരായ ആദ്യ മത്സരത്തിൽ 6 റൺസും പഞ്ചാബിനെതിരായ മത്സരത്തിൽ 7 റൺസുമാണ് താരത്തിന്റെ സമ്പാദ്യം. ബംഗളൂരുവിനെതിരെ എടുത്തതാകട്ടെ 9 റൺസ് മാത്രം. ആദ്യ 3 കളിയിലും മലയാളി താരത്തിന് 2 അക്കം കടക്കാനായില്ല. 2020 ലോകകപ്പിലെ താരമായിട്ടും അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാനാകാത്തതിൽ ആരാധകർ നിരാശയിലാണ്. സ്പോർട്സ് ഡെസ്ക് കേരള പ്രണാമം.